ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഗ്രാൻഡ് ഐട്ടനാണ്. ഗ്രാൻഡ് ഐട്ടൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പഴയ ഐട്ടനായിട്ടൊന്നും ഗ്രാൻഡ് ഐട്ടൻ കമ്പയർ ചെയ്യാൻ പറ്റില്ല. വീതിയിലും നീളത്തിലും അതുപോലെ പെർഫോമൻസിലും പിന്നെ മൈലേജിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്ന വാഹനമാണ് ഗ്രാൻഡ് ഐട്ടൻ. അപ്പോൾ ഈ ഒരു ഐട്ടൻ സ്പോർട്സ് ഓപ്ഷനിൽ വന്നിരിക്കുന്ന വാഹനമാണ്. 2019 മോഡലാണ്, സിംഗിൾ ഓണർ വാഹനമാണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നീറ്റ് ആൻഡ് ക്ലീൻ, ഇൻറ്റീരിയേഴ്സൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്ക്രാച്ചസോ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കണ്ടേക്കണം. കാരണം എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ കാരണം ഒരുപാട് സുഹൃത്തുക്കൾ പറയുന്നത് നിങ്ങൾ അത് പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല എന്നൊക്കെ പറയേണ്ടത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന കാരണമാണ് ഞാൻ എല്ലാം പറയുന്നുണ്ട് വീഡിയോയിൽ കൂടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാൻഡ് ഐട്ടൻ വിശദമായിട്ടൊന്ന് കണ്ടു വരാം. അതിന് ശേഷം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോണ ഇന്നത്തെ വാഹനം ഇത് ഗ്രാൻഡ് ഐട്ടൻ്റെ സ്പോർട്സ് ഓപ്ഷനിൽ വന്നിരിക്കുന്ന വാഹനമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അപ്പോൾ ഇത് 2019 മോഡലാണ്. 2019 മോഡൽ 6 മാസം പുറത്തേക്ക് വന്നിരിക്കുന്ന സിംഗിൾ ഓണർ വാഹനമാണ്. അതൊക്കെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ഗ്രാൻഡ് ഐട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഐട്ടനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐട്ടനൊക്കെ ശരിക്കും പറഞ്ഞാൽ മൈലേജ് കുറവാണെന്നുള്ളൊരു കുപ്രചരണമുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ഗ്രാൻഡ് ഐട്ടൻ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ തരുന്ന വാഹനം തന്നെയാണ് ഇത്, ഈ ഗ്രാൻഡ് ഐട്ടൻ. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.2 എഞ്ചിനിൽ പുറത്തേക്ക് വന്നിരിക്കണം ഐട്ടനാണ്. ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. ഇത് ലോ കിലോമീറ്റർ ആണ്. കിലോമീറ്റർ എന്ന് വെച്ചാൽ ഇയറും കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ലോ കിലോമീറ്റർ ഓടിക്കുന്ന വാഹനമാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഇൻഷുറൻസും കാര്യങ്ങളും നോക്കണമെങ്കിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് വന്നിരിക്കുന്ന വാഹനമാണ്. ലൈഫ് ടാക്സ് വന്നിരിക്കുന്ന വാഹനമാണ്. പിന്നെ ഇത് രജിസ്ട്രേഷൻ നമ്പർ നോക്കണമെങ്കിൽ KL74 ആണ് ഈ വാഹനത്തിന് വരുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ ഓണർ വാഹനമാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിലേക്ക് ഒന്ന് പോയേക്കാം. ഇതിൻ്റെ ടയറും അതേപോലെ എഡ്ജും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് തന്നെ ഈ വാഹനത്തിൻ്റെ ടയറിലേക്ക് നമുക്ക് കടക്കാം. ടയറിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു 55 to 60% ടയേഴ്സ് നമുക്കിവിടെ നിൽക്കുന്നുണ്ട്. അതേപോലെ അലോയ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല. വീൽ കപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. വീലാർസ് നോക്കിയേക്കാം. വീലാർസ് നോക്കുമ്പോൾ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളും എഡ്ജസ്റ്റിൽ കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് ഹെഡ് ലാംപ്സും കാര്യങ്ങളും നോക്കാം. ഹെഡ് ലാംപ്സൊക്കെ ഭംഗിയായിട്ട് ഇരിക്കുന്ന ഹെഡ് ലാംപ്സ്, അതേപോലെ ഫോഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗ്രില്ല് നോക്കാം. ഗ്രില്ലൊക്കെ ഇവിടെ ആ ഒരു ബട്ടൺ ടൈപ്പ് ഗ്രില്ലും കാര്യങ്ങളൊക്കെ വന്നിരിക്കണം. ബോട്ടം നോക്കാം. ബോട്ടം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ബോട്ടം. അതേപോലെ തന്നെ ഇതിൻ്റെ ഫോഗ് ലാംപ്സ് ഇവിടെയും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നു. പിന്നെ ഇവിടെയും ചെറിയ രീതിയിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതേപോലെ ഹെഡ് ലാംപ്സ് നോക്കാം. ഹെഡ് ലാംപ്സും ഭംഗിയായിട്ട് ഇരിക്കുന്നു. വീലാർസ് നോക്കാം. വീലാർസും ഇവിടെ തന്നെ നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെയും ചെറിയ മൈന്യൂട്ടായിട്ടിരിക്കുന്ന ആ ഒരു സ്ക്രാച്ചും കാര്യങ്ങളും നമുക്കിവിടെ കാണാം. ടയേഴ്സ് നോക്കാം. ടയേഴ്സ് 55 to 60% ടയേഴ്സ് നമുക്കിവിടെ നിൽക്കുന്നുണ്ട്. അതേപോലെ മിററിലേക്ക് വരികയും മിററും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നീറ്റായിട്ട് ഇരിക്കുന്നു. രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറും കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട്. എന്നാലും ചെറിയ രീതിയിലുള്ള ഒരു ഡെൻറ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു ചെറിയ ഡെൻറ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ മൈന്യൂട്ടായിട്ടുള്ള ലൈൻ സ്ക്രാച്ചും കാര്യങ്ങളും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ റിയർ ഭാഗം നോക്കാം. റിയറിൽ ഗ്ലാസ് നോക്കാം. ഗ്ലാസ് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഡീഫോഗേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ സ്പോർട്സിൻ്റെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. 1.2ൻ്റെ ബാഡ്ജിങ് ഉണ്ട്. അതേപോലെ ഇവിടെ ബമ്പേഴ്സ് ഇവിടെ നീറ്റായിട്ട് ഇരിക്കുന്ന ബമ്പേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് റൈറ്റ് സൈഡ് നോക്കാം. രണ്ട് ഡോറും നീറ്റായിട്ടിരിക്കുന്നു. പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഡോർസ് നമുക്ക് കിട്ടുന്നില്ല കേട്ടോ. ഇവിടെ ഡോർ നോക്കുമ്പോഴും നീറ്റായിട്ടിരിക്കുന്ന ഡോർസ്, ഭംഗിയായിട്ടിരിക്കുന്ന ഡോർസ്. ഇനി നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുവെച്ചിട്ടുണ്ടെങ്കിൽ 4 പവർ വിൻഡോസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ORM കൺട്രോൾസ് കിട്ടുന്നുണ്ട്. പിന്നെ ഡ്യുവൽ ടോണിൽ വന്നേക്കണം ഡോർ പാഡ്സ് നമുക്കിവിടെ കാണാം. ഇൻറ്റീരിയേഴ്സ് നോക്കുന്ന വിശദമായിട്ട് നോക്കിയേക്കാം. ഇൻറ്റീരിയേഴ്സ് നോക്കുമ്പോൾ നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സ്. അതുകൂടാതെ തന്നെ ഇവിടെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന സീറ്റ്സ്. ഇനി വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എയർ ബാഗ് സപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെയും നമുക്ക് എയർ ബാഗിൻ്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ കിലോമീറ്റേഴ്സ് നമുക്ക് ചെക്ക് ചെയ്തേക്കാം. കിലോമീറ്റേഴ്സ് ചെക്ക് ചെയ്യാനുള്ളത് ഇതാണ് കീ വരുന്നത്. ഞാൻ ജസ്റ്റ് പവർ ഓൺ ചെയ്യാണ്. പവർ ഓൺ ചെയ്യുമ്പോൾ 18,178 കിലോമീറ്റേഴ്സ് ഈ വാഹനം കവർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കിവിടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കമ്പനി ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതേപോലെ നമുക്കൊരു ഡോർ പാഡും കാര്യങ്ങൾ നോക്കിയാൽ ഡോർ പാഡ് ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ഡോർസ്. അതേപോലെ തന്നെ സീറ്റ്സും ഭംഗിയായിട്ട് ഇരിക്കുന്ന സീറ്റ്സ്. റിയർ ഭാഗം നോക്കാം. റിയർ ഭാഗവും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന റിയർ സീറ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റൂഫ് നോക്കാം. റൂഫും ഭംഗിയായിട്ട് ഇരിക്കുന്ന റൂഫ്സ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. പാസഞ്ചർ സൈഡിൽ എനിക്ക് മുമ്പ് കിലോമീറ്റേഴ്സ് ഞാൻ കാണിച്ചില്ല. കിലോമീറ്റേഴ്സ് 18,178 കിലോമീറ്റേഴ്സാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് റിയർ ഭാഗം നോക്കിയേക്കാം. പാസഞ്ചർ സൈഡ് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് സിംഗിൾ ആ ഒരു പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ബട്ടൺ കിട്ടുന്നുണ്ട്. അതുപോലെ സീറ്റ്സ് നോക്കാം. സീറ്റ്സും ഭംഗിയായിട്ട് ഇരിക്കുന്ന സീറ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇതിന് റിയർ ഭാഗത്ത് നമുക്ക് AC വെൻറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
റൂഫും ഭംഗിയായിട്ടിരിക്കുന്ന റൂഫ്, അതേപോലെ ഇവിടുന്ന് ലുക്ക് നോക്കാം, ഭംഗിയായിട്ടിരിക്കുന്ന ആ ഒരു ഫ്രണ്ട് ഭാഗം. ഓക്കെ, ഇനി നമുക്കൊന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഈ വാഹനത്തിൻ്റെ എൻജിൻ ഭാഗവും അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ജസ്റ്റ് ഇതിൻ്റെ ലിഡൊന്ന് അപ്പ് ചെയ്യണം. ലിഡ് അപ്പ് ചെയ്തിട്ട് എൻജിൻ ഭാഗം നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഹ്യുണ്ടായി ഗ്രാൻഡ് ഐറ്റൻ്റെ ആ ഒരു എൻജിൻ ഭാഗം. അപ്പോൾ എൻജിൻ ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെ ചെറിയ രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ കൂടെ കാണാം. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് വാഹനം വന്നുള്ളൂ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ള. എൻജിൻ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വാഹനം ഉഷാറായി മാറും. അതേപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗവും വിശദമായിട്ട് നോക്കി കാണാം. നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ആ ഒരു അല്ലെങ്കിൽ നീറ്റായിട്ടിരിക്കുന്ന എൻജിൻ ഭാഗമാണ്. ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ ബാറ്ററിയൊക്കെ പവർഫുൾ ബാറ്ററിയാണ്. എഡ്ജ് നോക്കിക്കാം, എഡ്ജിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാം. ആണോ, നല്ല നീറ്റായി ക്ലീൻ ആയിട്ടിരിക്കുന്ന എഡ്ജസ്. ഓക്കെ, ലിഡും കൂടി നോക്കിക്കാം, ലിഡിൽ എന്തെങ്കിലും ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യാം. ആണോ, നീറ്റായിട്ടിരിക്കുന്ന ആ ഒരു ലിഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി വാഹനത്തിലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നമുക്ക് ജസ്റ്റ് നോക്കിയേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഗ്രാൻഡ് ഐറ്റൻ്റെ ആ ഒരു ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ തന്നെ അതിവിശാലം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സ്വിഫ്റ്റിലൊക്കെ കിട്ടുന്ന അതേ ബൂട്ട് തന്നെ ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. അതേപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ എഡ്ജ് വ്യൂ നോക്കിയേക്കാം. അതിനുശേഷം നമുക്ക് സ്പെയർ വീൽ കാര്യങ്ങൾ നോക്കാം. ഇവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ സ്പോട്ട് ചെയ്യാം. ആണോ, നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ആ ഒരു എഡ്ജസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറ വളരെ സ്ലോയിലാണ് ഞങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കണം. എന്തെങ്കിലും രീതിയിലുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് സൂം ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാവർക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സ്പെയർ വീൽ നോക്കിയേക്കാം. ഇവിടെ അൺടച്ച്ഡ് ആയിട്ടിരിക്കുന്ന സ്പെയർ വീൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. നമുക്കിനി ഈ വാഹനത്തിൻ്റെ റേറ്റിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരും ഗ്രാൻഡ് ഐറ്റം കണ്ടില്ലേ, എങ്ങനെയുണ്ട് വാഹനം? നല്ല വാഹനമാണ്. 2019 മോഡലുണ്ട്. മോഡലിലാണ് ഈ വാഹനം ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ കിലോമീറ്റേഴ്സൊക്കെ ലോ കിലോമീറ്ററാണ്, സിംഗിൾ ഓണർ വാഹനമാണ്. പിന്നെ ചെറിയ രീതിയിൽ ഡെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചു തരുന്നു. അതൊക്കെ നിങ്ങൾക്ക് എക്സ്റ്റേണലായിട്ട് വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ഗ്രാൻഡ് ഐറ്റം, എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം. പിന്നെ സ്പോർട്സ് ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും ഗ്രാൻഡ് ഐറ്റം താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ താഴത്തെ നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ലോണൊക്കെ അവൈലബിൾ ആണ്. 5,25,000 രൂപയാണ് എൻ്റെ ആസ്കിങ് പ്രൈസ്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിരിക്കും. നമ്മുടെ വീഡിയോ കണ്ട് വിളിക്കാമെന്ന് എടുത്ത് പറഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് ഒരുപാട് വാഹനങ്ങൾ അതിനെപ്പോഴുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ, ടേക്ക് കെയർ.